കമ്മ്യൂണിസത്തിന് ഭാവിയില്ല. കേരളത്തിൻ്റെ കടം ഏകദേശം 3.5 ലക്ഷം കോടിയിലധികം കടം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രാനന്ദ കേരളത്തിൽ 57 മുതൽ 2014 വരെ ഉണ്ടായ കടത്തേക്കാൾ എത്രയോ ഇരട്ടി കടമായി. നമ്മൾ പല ആളുകളും ജനം അറിയുന്നില്ല. നമ്മൾ അതിഭയങ്കരമായ ബാധ്യതയാണ് ഈ സർക്കാർ വരുത്തി വച്ചിരിക്കുന്നത്. കേരളത്തിലെ ഓരോ പൗരനും എത്ര തലമുറ തീർത്താലും തീരാത്ത കടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിഹരിക്കുന്ന കാര്യം അടുത്തൊരു അഴിമതിയിലേക്ക് പോവുകയാണ്. ഒരുപാട് നിരപരാധികൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബലിയാടായി. ഒരുപാട് ആയിരക്കണക്കിന്. നമസ്കാരം. നമ്മുടെ രാജ്യത്ത് CPM എന്ന രാഷ്ട്രീയ പാർട്ടി പടുകുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും തന്നെ പറയുന്നത്. ഇനി വരുന്ന നാളുകളിൽ CPMൻ്റെ രാഷ്ട്രീയ ഭാവി കേരളത്തിൽ എന്താകും, നമ്മുടെ രാജ്യത്ത് എന്താകും? ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം CPMൻ്റെ വലിയ രീതിയിലുള്ള ഒരു പരാജയമാണ് കാണുവാൻ സാധിച്ചത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPMൻ്റെ വരും നാളുകളിൽ കേരളത്തിലുള്ള രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് CPMൻ്റെ മുതിർന്ന നേതാവായിരുന്ന, അതുകൂടാതെ നിലവിൽ BJP നേതാവ് കൂടിയായ ശ്രീ എരുത്താവൂർ ചന്ദ്രൻ. CPMൻ്റെ രാഷ്ട്രീയ ഭാവി ഇപ്പോഴല്ല, 1990 മുതൽ CPMനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. 1990 മുതൽ സോവിയറ്റ് യൂണിയൻ തകർന്നു, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ തകർന്നു. അതുവരെ സോവിയറ്റ് യൂണിയനെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ 1990 വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകർന്നപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരു പുനർചിന്തനം ഉണ്ടായി. കമ്മ്യൂണിസത്തിന് ഭാവിയില്ല, കമ്മ്യൂണിസം പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ലോകത്ത്. അപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും ആ നേതാക്കന്മാരിൽ ഒരു പുതിയ ചിന്ത ഉണ്ടായി. ഇനി ഭാവിയില്ലാത്തൊരു പ്രസ്ഥാനത്ത് നിന്നിട്ട് കാര്യമില്ല, അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള നിലയ്ക്കെത്തി. അപ്പോൾ പാർട്ടി പിടിച്ചെടുക്കുക, അതിലൂടെ അധികാരത്തിൽ വരിക, അധികാരത്തിൻ്റെ സൗകര്യങ്ങൾ അനുഭവിക്കുക എന്ന ഒരു വ്യഗ്രത കമ്മ്യൂണിസ്റ്റുകാരിൽ വ്യാപകമായി ഉടലെടുത്തു. അതിൻ്റെ ഫലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയം ആരംഭിച്ചു. അവിടെ നിന്നാണ് നമ്മൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിശിഷ്യ കേരളത്തിൽ 1990 അതിനിടെ നടന്ന കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമുണ്ടായി. സഖാവ് VS-ഉം നായനാരും തമ്മിൽ മത്സരിക്കേണ്ട സാഹചര്യം. ആ മത്സരം പിന്നെ തുടർന്ന് പാർട്ടിയിൽ വ്യാപകമായ വിഭാഗീയതയും ഗ്രൂപ്പും വർദ്ധിച്ചു. അതുമാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഭരണകൂടങ്ങൾ പശ്ചിമ ബംഗാളിലെ സഖാവ് ജ്യോതി ബാസുവിൻ്റെ ഗവൺമെൻറ്റും ത്രിപുരയിലെ സഖാവ് നിർവൻ ചക്രവർത്തി ഗവൺമെൻറ്റും എല്ലാം ജനങ്ങളുടെ ഇടയിൽ അകലുന്നൊരു സ്ഥിതിയുണ്ടായി. കമ്മ്യൂണിസം ഒരു മോഡലാണെന്നും കമ്മ്യൂണിസം ഒരു ഭാവിയുടെ പ്രതീക്ഷയാണെന്നും വിശ്വസിച്ചിരുന്ന ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ നിരാശയുണ്ടായി. അതിൻ്റെ ഫലമായി കേരളത്തിൽ ആ തകർച്ച ആരംഭിച്ചു. പാർട്ടി സമ്മേളനങ്ങളിൽ പാർട്ടി പിടിച്ചെടുക്കാനുള്ള വ്യഗ്രത കൂടി, പരസ്പരം ആരോപണങ്ങളും കെട്ടുകഥകളുമൊക്കെ ഉന്നയിച്ച് വ്യക്തിഹത്യ തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ 2 വർഷത്തവണയായി സഖാവ് പിണറായി നേതൃത്വത്തിലുള്ള സർക്കാർ കമ്മ്യൂണിസത്തിൻ്റെ പേരിലല്ല അധികാരത്തിൽ തുടരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങളും പ്രയോഗത്തിൽ വരുത്തുന്ന ഭരണമല്ല. ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് വർക്ക് പോലെ ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ എടുത്ത് ചില ചാരിറ്റി സംഘടനകൾ നിലനിൽക്കുന്നത് പോലെ കേരളത്തിൽ അധികാരം തുടർന്ന് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി.
പക്ഷെ അതിൻ്റെ ഫലമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എന്തൊക്കെയാണോ സംഭവിക്കാൻ പാടില്ലാത്തത് അതെല്ലാം സംഭവിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ജനങ്ങളോട് എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ച ആ മാതൃകളെല്ലാം തന്നെ ഇവിടെ തകർക്കപ്പെട്ടു. സഖാവ് പിണറായിയുടെ കുടുംബം തന്നെ ആരോപണത്തിന് വിധേയമാകേണ്ടി വന്നു. അപ്പോൾ ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന ജനാധിപത്യവും ഉൾപാർട്ടി ചർച്ചകളും എല്ലാം അസ്തമിക്കപ്പെട്ടു. ഇന്നൊരു മാനേജ്മെൻറ്റ് സംവിധാനം, ഇപ്പോൾ ടാറ്റ കമ്പനി, ആ കമ്പനിക്ക് ഒരുപാട് ശാഖകളുണ്ട്, ബ്രാഞ്ചുകളുണ്ട്, എല്ലാം. പക്ഷേ ടാറ്റ കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റ് ടീമുണ്ട്. അവർ പറയുന്നതനുസരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആണ് അവിടെ ഉള്ളത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഘടകങ്ങളെല്ലാം വിമർശനവും സ്വയംവിമർശനവും എല്ലാം നശിച്ച് നേതാക്കന്മാരുടെ ഇംഗിതത്തിന് നിന്നുകൊടുക്കുന്ന ഒരു സംവിധാനമായി മാറി. മുമ്പ് പാർട്ടി പ്രവർത്തകർക്ക് കമ്മ്യൂണിസ്റ്റുകാരനാകാൻ, ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരായി കഴിഞ്ഞാൽ അയാൾ നിരന്തരമായ വായനയും പഠനത്തിലൂടെ, ബഹുജനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ, ജലാശയത്തിലെ മത്സ്യത്തെ പോലെ ജനങ്ങളുടെ കളിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ആ സ്ഥാനത്ത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഏറെയും കുറഞ്ഞും ജനങ്ങളിൽ നിന്ന് അകന്നു, വളരെ വലിയ തോതിൽ അകന്നുപോയി. കാരണം മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരൻ എവിടെ എന്ന് അന്വേഷിക്കേണ്ട, ജനങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റുകാരനെ അന്വേഷിച്ചാലും കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ വന്നു. പിന്നെ കൈകിട്ടിയ അധികാരം മിക്കവാറും നേതാക്കന്മാർ അവരുടെ സ്വന്തം സുഖത്തിനും സ്വന്തം കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും വീണ്ടും പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാനും അധികാരം പിടിക്കാനുമുള്ള മത്സരങ്ങൾ കൂടി വന്നു. അതിൻ്റെ ഭാഗമായി സ്വയംകൃതാർത്ഥം പാർട്ടി തകർച്ചയിലേക്ക് നീങ്ങി. അതോടൊപ്പം ഏറെ കൊട്ടിഘോഷിച്ചാണ് കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ്റെ സർക്കാർ. 5 വർഷക്കാലം ആദ്യ ഭരണം നടത്തിയപ്പോൾ ഒട്ടേറെ അഴിമതികൾ നടന്നു. ആ അഴിമതികളെല്ലാം ബോധപൂർവം മറച്ചു വയ്ക്കാൻ അവർ കഴിഞ്ഞു. കാരണം ഒരു പ്രളയവും ഒരു ഓഖിയും ഒരു നിപ്പയും ഒരു കോവിഡും എല്ലാം വന്നപ്പോൾ അതെല്ലാം തങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ള ഒരു തരത്തിലേക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും. പ്രളയത്തിൻ്റെ സൃഷ്ടിക്കാർ കമ്മ്യൂണിസ്റ്റുകാരാണ്, പാർട്ടിക്കാരാണ്. അശാസ്ത്രീയമായ ഡാം മാനേജ്മെൻറ്റും വൈദ്യുതി മന്ത്രിയുടെ അശാസ്ത്രീയമായ ഉത്തരവുമാണ് പ്രളയത്തിന് കാരണമെന്നുള്ള എത്ര ജനം അറിയുന്നു. പക്ഷെ പ്രളയം നേരിട്ടു എന്നൊരു ഖ്യാതി അവർ നേടിയെടുത്തു. ഓഖി വന്നപ്പോൾ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഓഖിയെ പിണറായി വിജയൻ കയറുകെട്ടി പിടിച്ചു നിർത്തി എന്നുള്ള പ്രതീതി ഉണ്ടാക്കി. അടുത്ത് കോവിഡ് വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ഇന്ത്യയിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏകദേശം 70,000-ഓളം ആളുകൾ മരിച്ചു വീണ ഒരു സംസ്ഥാനമാണ് കേരളം. 70,000 പേര് മരിച്ചിട്ട് ഒരാൾ മരിച്ച പ്രതീതി പോലും കേരളത്തിലുണ്ടായില്ല. കാരണം മരണമൊക്കെ ഒരു വശത്ത് നടന്നു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും വാർത്താസമ്മേളനവും ഉപദേശങ്ങളും എല്ലാം കൊണ്ട് കോവിഡിനെ നേരിട്ട ഒരു സർക്കാർ എന്നുള്ള ഖ്യാതി. ഇതും വന്നപ്പോൾ ഒരുപാട് അഴിമതികൾ മറച്ചുവെട്ടപ്പെട്ടു. പമ്പാമണൽ അഴിമതിയും, അതുപോലെ തന്നെ സ്പ്രിംഗ്ലർ അഴിമതിയും, അതുപോലെ തന്നെ കിറ്റ്, കോവിഡ് കാലഘട്ടത്തിൽ കിറ്റ് കൊടുത്തതിൽ 1500 കോടി രൂപ. പക്ഷേ ആ കാലഘട്ടത്തിൽ ആരോഗ്യമന്ത്രി വളരെ ഹൈലൈറ്റ് ചെയ്തു. പക്ഷേ കിറ്റിൻ്റെ പിറവിൽ 1500 കോടി വരെ അഴിമതി നടന്നു എന്നുള്ള കാര്യം പിന്നീടാണ് വെളിപ്പെട്ടത്. അപ്പോൾ 5 വർഷം നടന്ന അഴിമതികൾ മറച്ചു വെച്ചുകൊണ്ട് പ്രളയവും ഓഹിയും പിന്നെ കോവിഡുമെല്ലാം മറയാക്കി ഒരു തുടർഭരണത്തിന് അവസരമുണ്ടായി. തുടർഭരണം വന്നതോടുകൂടി പാർട്ടിയുടെ രൂപം അങ്ങ് മാറി, ഭാവം മാറി, മുഖ്യമന്ത്രിയുടെ രൂപം മാറി, ഭാവം മാറി, ആകെ മാറി. അപ്പോൾ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ ഒന്നിനൊന്നിന് പുതിയ പുതിയ പ്രതിസന്ധി. ഒരു കാലത്ത് പ്രളയവും ഓഹിയും കോവിഡും വന്നെങ്കിൽ പുതിയ പുതിയ വിഷയങ്ങൾ
രാഷ്ട്രീയ ആരോപണങ്ങൾ പിണറായി സർക്കാർ നേരിടേണ്ടി വരും. മകളത്തെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ച്, പാർട്ടിക്കാരെ സംബന്ധിച്ച്, പാർട്ടിക്കാരുടെ ലൈംഗിക അതിക്രമങ്ങൾ, പീഡനങ്ങൾ, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ വ്യാപനം, ഇതെല്ലാം പിണറായി സർക്കാർ നേരിടേണ്ടി വന്നു. ഇതിനെ നേരിടാനെടുത്ത നടപടികളെല്ലാം തന്നെ പൊതുജനത്തിന് സ്വീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. പാർട്ടി വളരെ ദുർബലമായി, മുന്നണി ദുർബലമായി. സഖാവ് പിണറായി സർക്കാർ കേരളത്തിന് വരുത്തിവെച്ച കടം ആരും ചിന്തിക്കുന്നില്ല. 1957 മുതൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് പുറത്തു പോകുന്ന 2014 വരെ കേരളത്തിൻ്റെ കടം 1,60,000 കോടി രൂപയായിരുന്നെങ്കിൽ, അതിനകത്തായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ കടം 5 ലക്ഷത്തിൽ അധികം കോടിയായി. ഈ 10 വർഷം കൊണ്ട് 2014 മുതൽ 2026 വരെ, 16 മുതൽ 2026 ഉള്ള 10 വർഷം കൊണ്ട് കേരളത്തിൻ്റെ കടം ഏകദേശം 3.5 ലക്ഷം കോടിയിലധികം കടം. എന്ന് പറഞ്ഞാൽ സ്വതന്ത്രാനന്ദ കേരളത്തിൽ 57 മുതൽ 2014 വരെ ഉണ്ടായ കടത്തേക്കാൾ എത്രയോ ഇരട്ടി കടമായി. ഈ കടം വാങ്ങി കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് തോന്നും കാര്യങ്ങളൊക്കെ കുറേ സ്കൂളുകളും കെട്ടിടങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്, റോഡുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ പല ആളുകളും ജനം അറിയുന്നില്ല. നമ്മൾ അതിഭയങ്കരമായ ബാധ്യതയാണ് ഈ സർക്കാർ വരുത്തി വച്ചിരിക്കുന്നത്. കേരളത്തിലെ ഓരോ പൗരനും എത്ര തലമുറ തീർത്താലും തീരാത്ത കടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും തകർച്ച ജനങ്ങൾക്ക് ബോധ്യമായി. PSC തകർന്നു, എംപ്ലോയ്മെൻറ്റ് നിശ്ചലമായി, ആശുപത്രികൾ വളരെ ഇത്രയും ആക്ഷേപത്തിന് വിധേയമായ കാര്യമില്ല. മികവുറ്റ മന്ത്രിമാർ ഈ മന്ത്രിസഭയിലില്ല. ഉള്ള മന്ത്രിമാർ തന്നെ 2 മന്ത്രിമാർ പീഡനക്കേസിൽ പെട്ടവരാണ്. MLA മാർ പീഡനക്കേസിൽപ്പെട്ടു. നേതാക്കന്മാരെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ, ആക്ഷേപങ്ങളും വന്നു. ഇങ്ങനെ CPM കമ്മ്യൂണിസത്തിന് അവശേഷിച്ചുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് വിശ്വാസം തന്നെ ഒടുവിൽ ഈ ശബരിമലയിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു. ശബരിമലയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഭരണത്തിൽ അസംതൃപ്തരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു 35-40 വയസ്സിന് മുകളിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മനസ്സിൽ പരാതി പറയാൻ തുടങ്ങി, വേദനിക്കാൻ തുടങ്ങി. അവർക്ക് അകത്ത് പറയാൻ സംവിധാനമില്ല, അവരെ പുറത്ത് പറയാൻ സംവിധാനമില്ല. അവർ വളരെ വേദനയോടുകൂടി കഴിയുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലുണ്ട്. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയ്ക്ക് ഭരണത്തിലിരുന്ന സഹകരണ വകുപ്പ്, കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് ഒരു വിശ്വാസം ഉണ്ടായിരുന്ന സഹകരണ മേഖലയിൽ വളരെ കാര്യമായി ഇടപെട്ട് സംരക്ഷിക്കുന്ന ഒന്നാണ്. പക്ഷേ ഒരു സഹകരണ മന്ത്രിയോ കടകംപള്ളി സുരേന്ദ്രനുണ്ടായി. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ സഹകരണ മേഖല തകർന്നു, കൊള്ളയടിക്കപ്പെട്ടു. ആ സഹകരണ മേഖലയിൽ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. രണ്ടാമത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചുണ്ടായിരുന്ന വിശ്വാസമാണ് ഈ ദേവസ്വം ബോർഡുകൾ കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പം ഒരു പൊതുവിശ്വാസമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയ്ക്ക് ദേവസ്വം ബോർഡൊക്കെ നന്നായി കൈകാര്യം ചെയ്യും. പക്ഷേ എല്ലാ ദേവസ്വം ബോർഡുകളും പിടിച്ചെടുത്തു. വിവിധ വഴികളിലൂടെ MLA മാരെ വോട്ട് കൊണ്ടും അധികാരം കൊണ്ടും മലബാർ ദേവസ്വം ഉൾപ്പെടെ, ഗുരുവായൂർ ഉൾപ്പെടെ എല്ലാം പിടിച്ചെടുത്തപ്പോൾ എല്ലാ സ്ഥലത്തും എങ്ങനെ ദേവൻ്റെ പണം, എങ്ങനെ ദേവൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാമെന്നുള്ള രൂപത്തിലേക്ക് എത്തി. ഏറ്റവും അവസാനമായി ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിലും ഗുരുവായൂരിലും ഒക്കെ അഴിമതികളുണ്ടായി. പക്ഷേ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റുന്ന, അയ്യപ്പൻ്റെ മാത്രമല്ല, അതിൻ്റെ ഒരു ചെറിയ രൂപം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. വലിയ തോതിൽ അവിടെ ഒരു ആസൂത്രിതമായിരുന്നു. ദേവസ്വം ബോർഡിൽ നടക്കുന്ന കുഴപ്പങ്ങൾക്ക് സമീപകാലത്തൊന്നും നമുക്ക് മറ്റാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. എത്രയോ വർഷങ്ങൾ കൊണ്ട് വാസു പ്രസിഡൻറ്റ്, പിന്നെ അത് കഴിഞ്ഞാൽ നിരവധി രാജഗോപാലൻ, ഇങ്ങനെ തുടങ്ങി CPM-ൻ്റെ പ്രസിഡന്റുമാരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. CPM-ൻ്റെ മന്ത്രിമാർ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വരെ മേൽനോട്ടവും നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോറ്റി വന്നതും പോയതും അല്ല പ്രശ്നം. ഇപ്പോൾ ആ ദേവസ്വം ബോർഡിൻ്റെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ജനങ്ങൾക്കൊരു കാര്യം ഉറപ്പായി. CPM എന്തെല്ലാം വിശീകരണം നടത്തിയാലും, ഇനി ആരെയെല്ലാം അറസ്റ്റ് ചെയ്താലും CPM-ൻ്റെ നേതൃത്വത്തിൻ്റെ കെടുകാര്യസ്ഥത
പത്മകുമാർ എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ നേതാവും പിണറായി വിജയൻ്റെ വലങ്കയ്യും മുൻ MLA-യും ആയ പത്മകുമാർ ഒരു ഇതിൽ അഴിമതിയിൽ പങ്കില്ല എന്ന് CPM നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റില്ല. വാസു എന്ന് പറയുന്ന ആൾ ചില്ലറക്കാരനല്ല. വാസു തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റുകാരൻ, വലിയ ഉയർത്തിപ്പിടിച്ച മാന്യൻ. അദ്ദേഹം ജയിലിലായി. പാർട്ടി സെക്രട്ടേറിയറ്റിൽ സംഘടനയുടെ പ്രസിഡൻറ്റും ആയിരുന്ന വിജയകുമാർ ജയിലിലായി. 3 നേതാക്കൾ ജയിലിലായിട്ട് അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറായിട്ടില്ല. ഒരു താക്കീത് കൊടുത്തിട്ടില്ല. സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തയ്യാറായിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്ത് വിചാരിക്കണം? ഇതിൻ്റെ പുറകിൽ CPM-ൻ്റെ കൈകളുണ്ട്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രന് നഷ്ടപ്പെടാനുണ്ട്. ഇതിൻ്റെ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കുമെന്ന് സംബന്ധിച്ച് പാർട്ടി ഭയപ്പെടുന്നു. അതുകൊണ്ട് പാർട്ടി ഇപ്പോൾ ഒരു കണ്ടുപിടിച്ചിരിക്കുന്ന വഴി ഇതെല്ലാം തന്ത്രിയിലേക്ക് എത്തുക. തന്ത്രിയെ സംബന്ധിച്ച് അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് മൗനാനുവാദം കൊടുത്തു, തന്ത്രി അനുജ്ഞ കൊടുത്തില്ല, തന്ത്രി എതിർത്തില്ല. പക്ഷേ ഒരു ക്രിമിനൽ നടപടിക്രമത്തിൻ്റെ ഭാഗമായി തന്ത്രി ഇന്ന തെറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും പറയുന്നില്ല. അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കുക. അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ ധരിച്ചോളണം ഇതെല്ലാം തന്ത്രിയാണ് ഉത്തരവാദി. ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു തന്ത്രിക്ക് കഴിയുമോ? ദേവസ്വം ബോർഡിൻ്റെ ജോലി എന്തായിരുന്നു? പത്മകുമാറിൻ്റെ ജോലി എന്തായിരുന്നു? വാസുവിൻ്റെ ജോലി എന്തായിരുന്നു? കടകംപള്ളിയുടെ ജോലി എന്തായിരുന്നു? ശ്രീ വാസവൻ്റെ ജോലി എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ ജോലി എന്താണ്? ശബരിമലയെ പോലെ ലക്ഷക്കണക്കായ കോടിക്കണക്കായ ഭക്തജനങ്ങൾ ആരാധിക്കുന്ന, നെഞ്ചിൽ സൂക്ഷിക്കുന്ന ഒരു ആരാധനാ സ്ഥാപനത്തിൽ നിന്നും എന്തൊക്കെയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്? സ്വർണം ചെമ്പാക്കിയത് മാത്രമല്ല, ഇനി അവിടെയുള്ള നിലവറയിലുള്ള സ്വർണ്ണങ്ങളും നിക്ഷേപങ്ങളെ സംബന്ധിച്ച് കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. നടത്തുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ CPM-ന് പൊതുവെ ദൈവവിശ്വാസമില്ല. ഈ അമ്പലങ്ങളോടും പള്ളികളോടൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്നാൽ വോട്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവരെയൊക്കെ നിർത്തിയും വേണം. യഥാർത്ഥത്തിൽ ഉള്ളുകൊണ്ട് ഈ അമ്പലങ്ങളും പള്ളികളൊക്കെ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് CPM നേതാക്കന്മാരിൽ ഭൂരിപക്ഷം. നിങ്ങൾ അവിടെ മാത്രമല്ല, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ഗവൺമെൻറ് പ്രതിനിധി വെച്ചിട്ടുണ്ട്. ആ ഗവൺമെൻറ് പ്രതിനിധി ആവശ്യപ്പെട്ടതെന്നറിയോ? ഈ B നിലവറ തുറക്കണമെന്നാണ്. ഇനി ആ B നിലവറയിൽ വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ എങ്ങനെ മാറ്റാമെന്ന് സംബന്ധിച്ച് ഗവേഷണം നടക്കുകയാണ്. അപ്പോൾ അമ്പലങ്ങളും പള്ളികളും എല്ലാം ജാഗ്രത പുലർത്തുന്ന ഈ ഭരണത്തിൽ അമ്പലങ്ങൾക്കും പള്ളികൾക്കും സുരക്ഷിതമില്ല. ഈ നിലയിൽ വന്നപ്പോൾ ഈ വിശ്വാസികൾ ചില്ലറക്കാരല്ല. അവരിൽ ഭൂരിപക്ഷം പേര് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ പോലും അതിൽ രാഷ്ട്രീയത്തിന് അതീതമായി വിശ്വാസങ്ങളെ, ഈ ശബരിമലയിൽ എന്ത് ശക്തി ഉണ്ടോ ഇല്ലയെന്നല്ല, പക്ഷേ ആ ശബരിമലയെ വിശ്വസിക്കുന്ന ഒരു ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ രാഷ്ട്രത്തലവന്മാരും പ്രധാനമന്ത്രിയും ഒക്കെ ശബരിമലയ്ക്ക് വരുന്നത്, രാഷ്ട്രപതി ഉൾപ്പെടെ വരുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ ഒരു വിശ്വാസമുണ്ട്. മകരവിളക്ക് തൊഴുന്നത് അവർ ആത്മനിർവൃതി കൊള്ളുകയാണ്. ആ ക്ഷേത്രം ഈ നിലയ്ക്ക് എത്തിയതിൽ ഈ പിണറായി സർക്കാർ പ്രതിക്കൂട്ടിലാണ്. അതുവഴി ജനങ്ങളിലുണ്ടായിരിക്കുന്ന വികാരവും ജനങ്ങളുടെ മനസ്സ് വ്രണപ്പെട്ടിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതെന്തെല്ലാം അടവും തന്ത്രവും ഒരു തന്ത്രിയിൽ ഒതുക്കാൻ ശ്രമിച്ചാലും, അതെല്ലാം ഒരു വാസുവിലും ഒരു പത്മകുമാറിൽ ഒതുക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും, ഇതിൻ്റെ പുറകിൽ CPM-ൻ്റെ നേതൃത്വത്തിൻ്റെ മൗനാനുവാദമോ പങ്കാളിത്തം ഉണ്ടാകുന്നു എന്ന് സംശയിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ. ഇതിൽ നിന്ന് ഈ കേരളത്തിലെ ജനങ്ങളെ ഇനിയിപ്പോൾ ബോധ്യപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുരുങ്ങിയ കാലം കൊണ്ട് കഴിയില്ല. പിന്നെ ചില പുതിയ പദ്ധതികളുമായി ഗവൺമെൻറ് പോകും മുന്നോട്ട്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, സംസ്ഥാന സർക്കാർ ആശാ വർക്കർമാർ സമരം കിടന്നു. അവർക്ക് 1000 രൂപ കൂട്ടിക്കൊടുക്കുക. എത്ര കാലം മഴയത്ത് കിടന്നു. ഈ കോവിഡ് കാലത്ത് ഈ കേരളത്തിലെ ജനങ്ങളെ സേവിച്ച ആശാ വർക്കർമാർ. പക്ഷേ ഇപ്പോൾ നോക്കൂ, സർക്കാർ ജയിൽ പുള്ളിയൊക്കെ പ്രതിഫലം കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കേരളത്തിൽ പിണറായി ഭരിക്കുമ്പോൾ ജനങ്ങളെല്ലാം ജയിലിൽ പോവുക. ജയിലിൽ നമുക്ക് ഇവിടെ പുറത്ത് നല്ല ഭക്ഷണം തന്നില്ലെങ്കിലും ജയിലിൽ നല്ല ഭക്ഷണവും തരും, നല്ല ശമ്പളവും തരും. ഇനി എല്ലാം ഒറ്റ മാർഗ്ഗം, ആശാ വർക്കർമാർ അടിയന്തരമായി ജയിലിൽ പോവുക, ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ പെട്ടെന്ന് ജയിലിൽ പോവുക, ഇവിടുത്തെ കൃഷിക്കാർ ജയിലിൽ പോവുക,
ഇവിടുത്തെ സഹോദരിമാരെല്ലാം ജയിലിൽ പോയാൽ പിണറായി സർക്കാർ പൊന്നുപോലെ നോക്കും. ഈ പറഞ്ഞതുപോലെയുള്ള നിരവധി പ്രവർത്തികളാണ് CPM സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇത് ഭാവിയെ CPMനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അല്ല, CPMനെ ബാധിക്കുന്നത് സംബന്ധിച്ച് ഇപ്പോൾ തുടങ്ങി. CPMൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്നു. CPMൽ നിന്ന് അധികാരത്തിൻ്റെ സുഖം ശീതളഛായ അനുഭവിച്ച കുറേ ആളുകൾ അവിടെ നിന്ന് നിൽക്കുന്നു. കുറേ ആളുകൾ പോളിയോക്ക് ഇഞ്ചക്ഷൻ എടുത്തതുപോലെ പാർട്ടിക്ക് പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത് പാർട്ടിയെ പ്രതിരോധിക്കുന്ന ജോലിയിൽ കുറേ പേരുണ്ട്. പക്ഷേ ഭൂരിപക്ഷം വരുന്ന പാർട്ടി അണികളകന്നുപോയി. പാർട്ടിയിലെ താഴേക്കിട പ്രവർത്തകർ അസംതൃപ്തരാണ്, നേതാക്കൾ സംതൃപ്തരാണ്. പക്ഷേ നേതാക്കൾക്ക് പഞ്ചായത്ത് മെമ്പർ, MLA, മന്ത്രി, ബോർഡ് മെമ്പർ ഇങ്ങനെ പല സ്ഥാനങ്ങളിൽ ലഭിക്കും. പക്ഷേ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും നഷ്ടപ്പെടാത്ത പാർട്ടിക്കാരെല്ലാം അകലുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ പോകുന്നു. ഏറ്റവും അവസാനമായി ഐഷ പോറ്റി 3 തവണ MLA ആയതാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നതാണ്. ഐഷ പോറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മാതൃകയായി ഉയർത്തി കാണിച്ചവരാണ്. അവർ പോകുമ്പോൾ വർഗവഞ്ചകരാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇതെടുക്കും. പക്ഷേ എന്തായാലും പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ആളുകൾ പുറത്തു പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരവധി നേതാക്കന്മാർ, ഞാനുൾപ്പെടെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കേണ്ട ആളായിരുന്നില്ലേ, ഞാൻ എന്തിനു പോയി എന്നൊരു ചോദ്യം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ മുമ്പിൽ തിരിഞ്ഞു കുത്തുന്നുണ്ട്. അതുപോലെ എത്രയോ സാധാരണ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുള്ള പ്രവർത്തകന്മാർ ഈ ജില്ലയിൽ തന്നെ ആരെല്ലാം പോയി. എന്തുമാത്രം നേതാക്കന്മാർ ഈ പാർട്ടി വിട്ടു, എന്തെല്ലാം നേതാക്കന്മാർ അസംതൃപ്തരായി കഴിയുന്നു. മുൻമന്ത്രി ശ്രീ ജി സുധാകരൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കൂ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പുറത്തു വരാൻ വേണ്ടി ചെന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്നാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അസംതൃപ്തരാകുന്നു. അനുകൂലിച്ചിരുന്ന സാഹിത്യ നായന്മാർ അവരിപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. ഇനി ആർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, വലിയ തോതിലുള്ള തകർച്ച നേരിടുകയാണ്. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണവും കൂടെ പോയാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ എന്താ? ആവശ്യത്തിന് ശത്രുത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അധികാരം ഉപയോഗിച്ചും അതുപോലെ തന്നെ ഈ ഭരണം ഉപയോഗിച്ചുകൊണ്ടും ആവശ്യത്തിന് ശത്രുത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ ഭരണവും കൂടെ നഷ്ടപ്പെട്ടാൽ വലിയ കഷ്ടമാണ്. ഇതിന് പകരം ആ പാർട്ടിയുടെ നേർവഴിക്ക് നയിക്കാനുള്ള അഖിലേന്ത്യാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ഇല്ല. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി തെറ്റിൽ നിന്ന് പാഠം പഠിക്കും. ഇത് തെറ്റിൽ നിന്ന് കൂടുതൽ തെറ്റുകളിലേക്ക് പോവുകയാണ്. ഒരു തെറ്റ് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം അടുത്തൊരു തെറ്റിലേക്ക് പോവുകയാണ്. ഒരു അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിഹരിക്കുന്ന കാര്യം അടുത്തൊരു അഴിമതിയിലേക്ക് പോവുകയാണ്. പാർട്ടിയിൽ ഒരു വിഭാഗത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന പാർട്ടിയിലുള്ള നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. അച്ചടക്കത്തിൻ്റെ വാൾ പഴയതുപോലെ പ്രയോഗിക്കാൻ കഴിയുന്നില്ല. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ യഥേഷ്ടം പാർട്ടിയെ വെല്ലുവിളിച്ച് നടന്നിട്ട് ഗോവിന്ദൻ മാസ്റ്റർ ജാഥയുമായി കേരളം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ കാഴ്ചക്കാരനായി മാസങ്ങളോളം മാറി നിന്നിട്ട് ആ സഖാവ് ജയരാജനോട് ഒരു താക്കീത് കൊടുക്കാൻ പാർട്ടി കഴിഞ്ഞില്ല. വലിയ വലിയ കുറ്റങ്ങൾ പാർട്ടി കണ്ടുപിടിക്കപ്പെട്ടിട്ടും അത് താക്കീതിൽ ഒതുക്കുന്നു. അർഹമായ ശിക്ഷ കൊടുത്ത് പാർട്ടിയെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഇന്ന് പാർട്ടിക്ക് കഴിയാതെ വന്നു. കാരണം എന്ത് പറഞ്ഞാലും മോന്തായം വളഞ്ഞാൽ കഴുക്കോല് എല്ലാം വളയുമെന്ന് പറഞ്ഞ പോലെ നേതൃത്വം ആ നിലയ്ക്ക് ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് പോകും വഴി ആളുകൾ കോൺഗ്രസിനെയും BJPയൊക്കെ ആശ്രയിക്കുകയാണ് ജനങ്ങൾ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ കമ്മ്യൂണിസ്റ്റ് അണികൾക്ക് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗതികേടാണ്. അതായത് ഏകദേശം ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ പാർട്ടി പൂർണ്ണമായും ക്ഷയിച്ച അവസ്ഥയിലായിരിക്കും, അങ്ങനെ ഒരു നിരീക്ഷണമാണ്. ഞാനൊരു മുൻ കമ്മ്യൂണിസ്റ്റുകാരൻ നിലയ്ക്ക് പാർട്ടി നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാൻ ഒരിക്കലും ചിന്തിക്കാൻ. ഒരു കാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ പോക്ക്, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോക്ക് ആ വഴിയിലേക്കാണ്. അവർ സ്വയം നാശം ഏറ്റുവാങ്ങുകയാണ്. അവർക്ക് തിരുത്തപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു, തിരുത്തുന്നില്ല. അവരുടെ അഹങ്കാരം കൊണ്ട്, ധാർഷ്ട്യം, ജനമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നിടത്ത് നിൽക്കുമെന്ന ധാർഷ്ട്യം പാടില്ല. ആ ധാർഷ്ട്യം അവരെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നാശം മറ്റാരുമല്ല ഉത്തരവാദി, അവർ തന്നെയാണ്. അവരുടെ സമീപനങ്ങൾ തന്നെയാണ്, അവരുടെ അഹങ്കാരം തന്നെയാണ്. അവർ വസ്തുതകൾ ഒരു കാലത്ത് സുപ്രീം കോടതിയെപ്പോലെ ഏത്
1000 നിരപരാധികൾ കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടില്ല എന്ന ഒരു നീതിശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായിരുന്നു. ഒരുപാട് നിരപരാധികൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബലികേടായി. ഒരുപാട് ആയിരക്കണക്കിന്. നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏകദേശം 90ഓളം പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർമാർ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. എന്തിനു പോയി? ഇന്ന് വരെ പാർട്ടി പരിശോധിച്ചിട്ടില്ല. അപ്പോൾ ഈ പാർട്ടി ആ വസ്തുനിഷ്ഠമായി പരിശോധിക്കാനും പാർട്ടി പ്രവർത്തകരുടെ പ്രയാസങ്ങൾ കേൾക്കാനുമുള്ള നേതൃത്വം ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടി ഈ ഭരണം നഷ്ടപ്പെട്ടാൽ ഈ പാർട്ടിയുടെ ഗതി അവസ്ഥ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്.